ഇനി അടുത്തത് നമുക്ക് നാലാമത്തെ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് 3 ഫ്രാക്ഷൻസ് ഗ്രേറ്റർ ദാൻ √2 ആൻഡ് ലെസ് ദാൻ √3. അതായത് 3 ഫ്രാക്ഷൻസ്, 3 ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം? √2-നേക്കാളും വലുതും ആയിരിക്കണം, √3-നേക്കാളും ചെറുതും ആയിരിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം √2-നേക്കാളും √2-ന്റെയും √3-ന്റെയും ഇടയിലുള്ളതായിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ √2-ന്റെയും √3-ന്റെയും ഇടയിലുള്ള 3 ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഫ്രാക്ഷൻ എന്താണെന്ന് അറിയണം. ഓക്കെ, ഇതിന്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. അപ്പൊ ആദ്യം നമുക്കറിയാം √2-ന്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചു അല്ലെ. എത്രയാണ്? √2-ന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1.414 ആണ്. √3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിനിടയിലുള്ള വാല്യൂസ് ആണ്? ഏതിനിടയിലുള്ളതാണ്? അതും 1 സ്ക്വയറിനും 2 സ്ക്വയറിനും ഇടയിലുള്ളതാണ്. 1-നും 4-നും ഇടയിലുള്ള വാല്യൂ ആണ് 3 എന്ന് പറയുന്നത് അല്ലെ. അപ്പോ എന്താണ്? √3 എന്ന് പറയുന്നത് 1-നും 2-നും ഇടയിലുള്ള വാല്യൂ തന്നെയാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ √3-ന്റെ വാല്യൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ 1.732 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഈ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. √2-ന്റെ വാല്യൂ 1.414, √3-ന്റെ വാല്യൂ 1.732, പിന്നെ അതുപോലെ തന്നെ √4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്? 2 ആണ് അല്ലെ. 2-ന്റെ സ്ക്വയർ ആണ് 4. പിന്നെ √5-ന്റെ സ്ക്വയർ, √5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ ഏതിനിടയിൽ വന്നതാണ്? അതായത് 2-നും 2-ന്റെ സ്ക്വയർ 4 അല്ലെ, 3-നും 3-ന്റെ സ്ക്വയർ 6, 2-നും 3-ക്കും ഇടയിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? √5 എന്ന് പറയുന്നത്. അപ്പൊ √5-ന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്ക 2.236 ആണ്. അതുപോലെ നമ്മൾ √2-ന്റെ വാല്യൂ കണ്ടുപിടിച്ചതുപോലെ ബാക്കിയുള്ള വാല്യൂസും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്ത് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഇല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം മാത്രം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂല? നമുക്ക് ഓർമ്മ കിട്ടൂല. അതുകൊണ്ടിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോന്നിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. ഇപ്പൊ നമുക്കറിയാം √2-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.414 ആണ്. √3-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.732 ആണ്. അപ്പൊ 1.414-നും 1.732-നും ഇടയിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 1.5 ഉണ്ട് അല്ലെ, പിന്നെ 1.6 ഉണ്ട്, പിന്നെ 1.7 ഉണ്ട്. 1.7 എന്ന് പറഞ്ഞാൽ 1.70 വരും അല്ലെ. ഇവിടെ 1.73 ആണ്. അപ്പൊ ഇതിനേക്കാളും ചെറുതാണ് 1.7 എന്ന് പറഞ്ഞാല്. നമുക്ക് അത് മാത്രമല്ല വേറെ ഇടാം. ഇപ്പൊ 1.414 ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ 1.42 ഇടാം, 1.43 ഇടാം. അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് 1.51 ഇടാം, 1.61 ഇടാം, 62 ഇടാം. അതുപോലെ നമ്പേഴ്സ് ഇടാം. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ 1.5, 1.6, 1.7 എടുത്തു. ഓക്കെ, ഈ നമ്പേഴ്സ് ആണ് എന്ത്? ഇതിനും ഇടയിലുള്ളത്. √2-ക്കും √3, ഇത് √2, ഇത് √3-ക്കും ഇടയിലുള്ള നമ്പേഴ്സ്. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ ആക്കണം നമുക്ക് അല്ലെ. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാക്ഷൻ എങ്ങനെ ആക്കും? 1.5 എന്ന് പറഞ്ഞാൽ എന്താ? 15/10 ആണെന്ന് നമുക്കറിയാം അല്ലെ. നമ്മൾ ഈ ഫ്രാക്ഷനെ ഇങ്ങനെ ആക്കുമ്പോൾ എന്ത് ചെയ്യും? 15 ഇടും, ഒരു 0ക്ക് പകരം ബാക്കിൽ നിന്ന് ഒരു പോയിന്റ് ഇടും അല്ലെ. അപ്പൊ ഈ ഫ്രാക്ഷനെ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ പോയിന്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ 1.5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 15/0 ആണ്, 10 ആണ്. അതുപോലെ തന്നെ 1.6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 16/10 ആണ്. 1.7 എന്ന് പറഞ്ഞാൽ എന്താണ്? 17/10 ആണ് അല്ലെ. ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് കട്ട് ചെയ്യാം. ഇത് പോകുന്നത് കൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് രണ്ടും 5-ൽ പോവും. ഇത് 5-ൽ 3 ടൈം, ഇതിൽ 2 ടൈം. ഓക്കെ, ഇത് 2-ൽ പോവും. ഇത് രണ്ടും. ഇത് 2-ൽ 8 ടൈം, ഇത് 5 ടൈം. ഇത് പോകില്ല, അത് അങ്ങനെ തന്നെ എഴുതാം. അപ്പൊ നമുക്ക് പറയാം ഏതൊക്കെയാണ് √2-ക്കും √3-ക്കും ഇടയിലുള്ള ഫ്രാക്ഷൻസ്? 3/2, 8/5, 17/10. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ഇറാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്.
അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പേജ് നമ്പർ 26 റൈറ്റ് ട്രയാങ്കിൾ നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇവിടെ റൈറ്റ് ആംഗിൾ തന്നിട്ടുണ്ട്, ഇവിടെ 1 മീറ്റർ, ഇവിടെ 1 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്കറിയാം. പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചുറ്റളവാണ്, ചുറ്റുമുള്ള അളവാണ്. അതായത് ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ഏത് ഷേപ്പ് ആണെങ്കിലും അതിന്റെ ചുറ്റുമുള്ള എല്ലാ സൈഡ്സും തമ്മിൽ പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പെരിമീറ്റർ കിട്ടുന്നത്. ഇപ്പൊ ട്രയാങ്കിളിന്റെ കാര്യത്തിലാണെങ്കിൽ ഇതിന്റെ 3 സൈഡ്സും പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പെരിമീറ്റർ കിട്ടുന്നത്. അപ്പൊ ഇനി നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ 2 സൈഡ് തന്നിട്ടുണ്ട്, 1 മീറ്റർ വീതമാണ്. അപ്പൊ ഇതിൽ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡ് വേണം, ഹൈപ്പോട്ടന്യൂസ് വേണം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ്? റൂട്ട് ഓഫ് എന്താ 2 സൈഡിന്റെ സ്ക്വയർ പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹൈപ്പോട്ടന്യൂസ് കിട്ടും അല്ലേ? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതായത് 1 + 1 2, റൂട്ട് 2. അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പ്രോബ്ലംസ് നമ്മൾ ഇത് ചെയ്തതാണ് അല്ലേ? അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എത്ര കിട്ടി? റൂട്ട് 2 കിട്ടി. അപ്പൊ ഇനി നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3 സൈഡും കൂടി പ്ലസ് ചെയ്യണതാണ്. അതായത് 1 + 1 + റൂട്ട് 2, അതായത് 1 + 1 2 + റൂട്ട് 2. ഈ റൂട്ട് 2ഉം 2ഉം തമ്മിൽ പ്ലസ് ചെയ്യൂല. ഇത്രയും മീറ്റർ. അപ്പൊ ഇത് എക്സാക്ട് വാല്യൂ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് 2ന്റെ ഡെസിമൽ പ്ലേസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, ഏകദേശമുള്ള ഒരു വാല്യൂ ആണ്. ഇതാണ് ശരിക്കുള്ള വാല്യൂ 2 + റൂട്ട് 2. ഇനി റൂട്ട് 2ന്റെ വാല്യൂ നമ്മൾ കൊടുക്കാൻ പോകുന്നതാണ്. അപ്പൊ റൂട്ട് 2 എന്താണെന്ന് നമുക്കറിയാം. എത്രയാണ് നമുക്കറിയാം? എത്രയാണ്? 1.414 ആണ് അല്ലേ? അപ്പോൾ പെരിമീറ്റർ എന്നുള്ളത് എന്ത് വരും? പെരിമീറ്റർ = 2 + 1.414. റൂട്ട് 2 ഇട്ടിട്ട് നമുക്ക് പ്ലസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഡെസിമൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ചെയ്യാം. അപ്പൊ 2 + 1 3, 3.414 വരും. ഓക്കെ, അത്രയും മീറ്റർ. ഇനി അടുത്ത നമുക്ക് പേജ് നമ്പർ 27 ഫിഗറിന്റെ പെരിമീറ്റർ ഒന്ന് കാണാം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ 2 ട്രയാങ്കിൾസ്, അതായത് ഈ ട്രയാങ്കിളും ഇതിന് പുറമെ വേറൊരു റൈറ്റ് ട്രയാങ്കിളും വരക്കാൻ പോണേ. ഇപ്പൊ ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 1 മീറ്റർ. ഓക്കെ, അപ്പൊ നമുക്കറിയാം പൈതഗോറസ് തിയറം വെച്ചിട്ട് ഈ സൈഡ് കണ്ടുപിടിക്കുമ്പോൾ എന്താവും? ഇവിടെ റൂട്ട് 2 കിട്ടി. അപ്പൊ ഇവിടെ എത്രയാണ്? റൂട്ട് 3 മീറ്റർ ആയിരിക്കും അല്ലേ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് ഇതെല്ലാം. അപ്പൊ 1 സ്ക്വയർ + റൂട്ട് 2 സ്ക്വയർ. 1 എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് 1ഉം റൂട്ട് 2ഉം. റൂട്ട് 2ന്റെ സ്ക്വയർ = 1 + റൂട്ട് 2ന്റെ സ്ക്വയർ 2, റൂട്ട് 3 മീറ്റർ. അപ്പൊ നമുക്ക് അടുത്ത സൈഡും കിട്ടി. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എന്നുള്ളത് എന്ത് വരും? രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ = റൂട്ട് 2 + റൂട്ട് 3 + 1 വരും അല്ലെ? ഈ റൂട്ട് 2ഉം റൂട്ട് 3ഉം ഒന്നും ഒരിക്കലും പ്ലസ് ചെയ്യൂല. അതിന് പകരം എന്ത് ചെയ്യും നമ്മൾ? അതിന്റെ ഇതാണ് ശരിക്കും ഇത്രയും മീറ്റർ. ഇതാണ് ശരിക്കും എന്ത്? എക്സാക്ട് വാല്യൂ, കറക്റ്റ് വാല്യൂ. ഇനി നമ്മൾ ഇതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ എല്ലാം അപ്രോക്സിമേറ്റ് വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 1.414 ആണ്. റൂട്ട് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.732 ആണ്. 1.4 1.7 എത്ര ഇട്ടാലും മതി. അപ്പൊ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പൊ 1 + 1.4 + 1.7 ഇത്രയും പഠിച്ചു വെച്ചാലും മതി. അപ്പൊ ഇത് പ്ലസ് ചെയ്യുമ്പോൾ 1 + 1.4 + 1.7 അല്ലെ? 4 + 7 പോയിന്റിന്റെ നേരെ പോയിന്റ് തന്നെ ഇടണം. 4 + 7 11. അപ്പൊ 4.1 കിട്ടും അല്ലെ? അപ്പൊ ആൻസർ 4.1 മീറ്റർ. ഇത്രയും പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1.4 1.7 എങ്കിലും
പഠിച്ചു വെക്കണം. റൂട്ട് 2ന്റെ റൂട്ട് 3ന്റെ വാല്യൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിളിൽ നമുക്ക് എത്രയാണ് വാല്യൂ കിട്ടിയത് പെരിമീറ്ററിന്റെ? ഫസ്റ്റ് ട്രയാങ്കിളിൽ നമുക്ക് കിട്ടിയത് 2 + √2 ആണ് അല്ലേ? ഫസ്റ്റ് ചെയ്ത ട്രയാങ്കിളിൽ ഇവിടെ നമുക്ക് കിട്ടിയത് √2 + √3 + 1 ആണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പൊ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രയാങ്കിൾ ആദ്യത്തെ ട്രയാങ്കിളിനേക്കാളും എത്ര കൂടുതലാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ രണ്ടാമത്തെ ട്രയാങ്കിൾ √2 + √3 + 1 ആണ്. ആദ്യത്തെ ട്രയാങ്കിൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 2 + √2 ആണ്. മൈനസ് ചെയ്യാം. അപ്പൊ √2 + √3 + 1. ഇനി മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും മൈനസ് ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ -2 - √2 എന്ന് വരും. +√2 - √2 കട്ട് ചെയ്ത് പോയി. ബാക്കി എന്തുണ്ട്? 1 - 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √3 വലുതിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ -1. ഓക്കെ, അപ്പൊ √3 - 1. അപ്പൊ √3ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എത്രയാണ്? 1.7 ആണ്. 1.7 - 1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 0.7. 1 - 1 0 0 പോയി 0 ആയി. ബാക്കി 0.7 ഇത്രയും മീറ്റർ. അതായത് പുതിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 0.7 മീറ്റർ കൂടുതലാണ്. ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും 0.7 മീറ്റർ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയാണ് റാഷണൽ നമ്പേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ കൂടെ തന്നെ വേറൊരു ട്രയാങ്കിളും കൂടി കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെയും എന്ത് തന്നിട്ടുണ്ട്? 1 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോ ഇതിന്റെ സൈഡ് നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചു. ഇവിടെ √2, ഇവിടെ √3. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? √4 അല്ലെ? √4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2 മീറ്റർ ആണ്. എങ്ങനെ വേണമെങ്കിലും എഴുതാം. 2 മീറ്റർ എന്ന് എഴുതാം, √4 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് പുതിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു √3 + 1 + √4 എന്ന് പറഞ്ഞാൽ 2 ഇടാം നമുക്ക്. ഓക്കെ, അത് √4 എങ്ങനെ 2 ആയി? 2ന്റെ സ്ക്വയർ ആണ് 4. √4ന്റെ റൂട്ട് ആണ് 2. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 1 + 2 3 + √3 എന്ന് വരും. ഇത് എക്സാക്ട് വാല്യൂ. ഇനി നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ നോക്കാം. 3 + √3 എന്ന് പറഞ്ഞാൽ 1.7. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4.7 മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ സെക്കൻഡ് ട്രയാങ്കിളിന്റെ പെരിമീറ്ററും പുതിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പൊ സെക്കൻഡ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ നമുക്ക് നേരത്തെ കിട്ടിയത് 1 + √2 + √3 ആണ്. ഇവിടെ നമുക്ക് 3 + √3 ആണ് കിട്ടിയത്. അപ്പൊ 3 + √3 - 1 + √2 + √3 നമ്മൾ നേരത്തെ ചെയ്ത ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കിട്ടി. അപ്പൊ ഇനി നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ 3 + √3 ഇനി മൈനസ് ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താണ്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തരും? ഈ മൈനസ് ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്യും. അതായത് മൈനസ് ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ളതിന്റെ ചേഞ്ച് ചെയ്യും. ഓക്കെ, അതായത് പ്ലസ് എല്ലാം മൈനസ് ആവും, മൈനസ് എല്ലാം പ്ലസ് ആവും. അപ്പൊ 3 + √3 മൈനസ്, അപ്പോഴെന്തായാലും +1ന്റെ എന്താണ്? 1ന്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്, അത് മൈനസ് ആവും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. √2ന്റെ പ്ലസ് ആണ്, അത് -√2 ആവും. √3 പ്ലസ് ആണ്, അത് -√3 ആവും. ഇനി +√3 - √3 0 ആയി പോയി. ഇനി അടുത്തത് എന്താണ്? 3 - 1 2 -√2 കിട്ടും. അപ്പൊ ഇതാണ് എക്സാക്ട് വാല്യൂ ഓഫ് ദ പെരിമീറ്റർ. അടുത്തത് എന്താണ്? നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പൊ 2 - √2ന്റെ നമുക്കറിയാം 1.4 ആണ്.
മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്ലസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? +2 + 1.4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3.4 കിട്ടും. പക്ഷെ മൈനസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2നെ എന്ത് നമ്മൾ എങ്ങനെ ഇടും? 2.0 എന്നിടും. 2.0 - 1.4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 2 - 1 1.4 അങ്ങനെ ഇടാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം? 2.0 - 1.4 ചെയ്യണം. അപ്പൊ ഇവിടെ 0 - 4 0യിൽ പോകില്ല. അപ്പൊ ക്യാരി ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ബോറോ ചെയ്യണം. ബോറോ ചെയ്യുമ്പോൾ 10 - 4 6 ഇവിടെ 0. അപ്പോൾ എത്ര കിട്ടും? 0.6 മീറ്റർ കിട്ടും. അപ്പൊ ഇതിന് എന്ത് മനസ്സിലാക്കാം? നമുക്ക് കിട്ടിയ പുതിയ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ട്രയാങ്കിളിനേക്കാളും 0.6 പുതിയ ട്രയാങ്കിളിലെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ട്രയാങ്കിളിനേക്കാളും 0.6 മീറ്റർ കൂടുതലാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതാണ് ഡിഫറൻസ് കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഇറാഷണൽ നമ്പേഴ്സ് എക്സാക്ട് വാല്യൂവിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇറാഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ പ്ലേസിലാക്കണം. പിന്നെ അതുപോലെ തന്നെ പ്ലസ് ആണെങ്കിൽ പെരിമീറ്റർ കാണാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് ചെയ്യണം. പിന്നെ രണ്ട് ട്രയാങ്കിൾ കമ്പയർ ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ √2ഉം √3യും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റൂല. രണ്ടും ഡിഫറെന്റ് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇവിടെ നമുക്ക് √2ഉം √3യും ഡയറക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡിഫറെന്റ് ആയിട്ടുള്ള ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് √2ഉം √3 എന്താണ്? നമുക്ക് എക്സാക്ട് വാല്യൂ ആയിട്ട് തന്നെ, ഒന്നില്ലെങ്കിൽ എക്സാക്ട് വാല്യൂ ആയിട്ട് തന്നെ എഴുതണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ അപ്രോക്സിമേറ്റീവ് വാല്യൂ എടുത്തിട്ട് ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് അടുത്തത് പേജ് നമ്പർ 29 എക്സസൈസ് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 meters and one of the other sides is 0.5 meter. Calculate its perimeter up to a centimeter. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1.5 മീറ്റർ ആണ്. പിന്നെ വേറൊരു സൈഡും തന്നിട്ടുണ്ട് 0.5 മീറ്റർ ആണ്. എന്നിട്ട് ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ മീറ്ററിലാണ് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് ആൻസർ സെന്റിമീറ്ററിലോട്ട് ആക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ സിമ്പിൾ ആണ്. ഒരു ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ്, ഇത് റൈറ്റ് ആംഗിൾ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ളത് ഹൈപ്പോട്ടന്യൂസ് 1.5 മീറ്റർ ആണ്. പിന്നെ അതുകൂടാതെ തന്നെ വേറൊരു സൈഡും തന്നിട്ടുണ്ട് 0.5 മീറ്റർ. എന്നിട്ട് എന്താണ്? മൂന്നാമത്തെ സൈഡ് നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പെരിമീറ്റർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് മൂന്നാമത്തെ സൈഡ് വേണം. കാരണം ഇത് മൂന്നും കൂടി പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പെരിമീറ്റർ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്ക്വയർ ചെയ്തിട്ട് പ്ലസ് ചെയ്യേണ്ടത്. ബാക്കി ഈ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സും എന്താണ്? നമുക്ക് ചെറിയ സൈഡ്സും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്തിട്ട് മൈനസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ ഇതിന്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, അതായത് 1.5 സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ √, ഈ സൈഡ് കണ്ടുപിടിക്കാനായിട്ട്. ഓൾട്ടിറ്റ്യൂഡ്, ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്, രണ്ടും പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു, അപ്പോൾ √. ഇനി ഇതിന്റെ എങ്ങനെ കണ്ടുപിടിക്കും? മിക്സഡ് ഫ്രാക്ഷൻ ആണ്, ഇതിനെ ഇംപ്രോപ്പർ ആക്കണം. അപ്പൊ 2 1s 2, 2 + 1 3, 3/2 the whole square minus 1/2 the whole square which is equal to, ഇതിന്റെ സ്ക്വയർ ആകുമ്പോൾ 3 3s 9/4 minus 1/4 equal to 9 - രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആയാൽ നമുക്ക് എന്ത് എഴുതാം? 9 - 1/4 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? √8/4 കിട്ടും. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കട്ട് ചെയ്യാലോ. കട്ട് ചെയ്യുമ്പോൾ 4ൽ 1 ടൈം, 8 2 ടൈം. അപ്പൊ നമുക്ക് റൂട്ടിനകത്ത് എന്ത് കിട്ടും? √2 കിട്ടും. ഓക്കെ. 8/4 കട്ട് ചെയ്യുമ്പോൾ 1 ടൈം 2 ടൈം, 2/1 2. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് √2. ഓക്കെ.
അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടി? ഈ സൈഡ് നമുക്ക് √2 മീറ്റർ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പെരിമീറ്റർ കണ്ടുപിടിക്കാം. അപ്പോൾ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 1.5 പ്ലസ് ഹാഫ് പ്ലസ് √2 എന്ന് കിട്ടും. ഇവിടെ എത്ര മീറ്റർ? അപ്പോൾ 1.5 1/2 എത്രയാണ്? 2 പ്ലസ് 2 പ്ലസ് √2 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സാക്ട് വാല്യൂ. ഇനി നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ വേണം. ക്വസ്റ്റ്യൻ നോക്കണം. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 2 പ്ലസ് √2ന്റെ വാല്യൂ നമുക്കറിയാം 1.4 ചെയ്യുമ്പോൾ 3.4 മീറ്റർ കിട്ടും. പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 2 + 1 3 അങ്ങനെ ചെയ്യാം. പക്ഷെ മൈനസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? 2ന് പകരം എന്താ 2.0 ഇട്ടിട്ട് തന്നെ മൈനസ് ചെയ്യണം. ഇനി നമ്മളോട് വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? മീറ്ററിലാണ് നമുക്ക് ആൻസർ കിട്ടിയേക്കുന്നത്. മീറ്റർ വെച്ചിട്ടാണ് ചെയ്തത്, അതുകൊണ്ടിട്ട് മീറ്ററിലെ ആൻസർ കിട്ടുള്ളൂ. സെന്റിമീറ്ററിലോട്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെന്റിമീറ്ററിലോട്ട് ആക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മള് 100 വെച്ചിട്ട് ഇൻറ്റു ചെയ്യണം അല്ലേ? അപ്പൊ അതെങ്ങനെ മനസ്സിലാവും നമുക്ക്? അതായത് സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് ആക്കാനും കൺവേർട്ട് ചെയ്യാനായിട്ടൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ആണ്. അത് കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഒരു ഈസി ആയിട്ട് ഒരു ഫോർമുല പഠിച്ച km hm ഡാം m dm cm m. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് വേണ്ടത്? അതായത് ഇതില് മുകളിൽ നിന്ന്, അതായത് റൈറ്റ് സൈഡിലോട്ട് പോകും തോറും നമ്മൾ എന്ത് ചെയ്യും? 0 ചേർക്കും. ലെഫ്റ്റ് സൈഡിലോട്ട് പോകും തോറും നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ചേർക്കും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പൊ നമുക്ക് മീറ്ററിൽ നിന്ന് സെന്റിമീറ്ററിലോട്ടാണ് പോകേണ്ടത്. അപ്പൊ മീറ്ററിൽ നിന്ന് സെന്റിമീറ്ററിലോട്ട് പോകാനായിട്ട് എത്ര സ്റ്റെപ്പ് ജമ്പ് ചെയ്യണം? 1 2 2 സ്റ്റെപ്പ് ജമ്പ് ചെയ്യണം അല്ലേ? അപ്പൊ 2 സ്റ്റെപ്പ് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആൻസറിന്റെ ഒപ്പം 2 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഒരു പ്ലേസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പ്ലേസ് ചെയ്യാനായിട്ട് പോയിന്റ് ഇല്ലേ? പ്ലേസ് ചെയ്യാനായിട്ട് പോയിന്റ് ഇടാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 340 സെന്റിമീറ്റർ കിട്ടും. ഓക്കെ, അപ്രോക്സിമേറ്റ്. അപ്പൊ ഇങ്ങനെയാണ് എന്താണ് കൺവേർഷൻ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് കിലോമീറ്ററിൽ നിന്ന് മീറ്ററിലോട്ട് പോകാനായിട്ടാണെങ്കിലോ എന്ത് ചെയ്യണം? എത്ര സ്റ്റെപ്പ് ജമ്പ് ചെയ്യണോ നോക്കാം. 1 2 3 അല്ലെ? 3 സ്റ്റെപ്പ് ജമ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് 4 കിലോമീറ്ററിനെ മീറ്ററിലോട്ട് ആക്കാനാണെങ്കിൽ എന്ത് ചെയ്യാം? 3 സ്റ്റെപ്പ് നമ്മൾ ജമ്പ് ചെയ്യാം. അതായത് 3 0 ഇട്ട് കൊടുക്കാം. അപ്പൊ 4 കിലോമീറ്റർ എന്നുള്ളത് എന്താവും? 4000 മീറ്റർ ആവും. അതുപോലെ തിരിച്ചാണെങ്കിലോ? ഇപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ പറയണേണ് ഒരു 2523 മീറ്റർ ആണ്. ഇതിനെ കിലോമീറ്ററിലോട്ട് ആക്കണം. അപ്പൊ നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടത് അല്ലെ? ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ എത്ര സ്റ്റെപ്പ് ജമ്പ് ചെയ്യണം നോക്കാം. 1 2 3 3 സ്റ്റെപ്പ് ജമ്പ് ചെയ്യണം. അതായത് 3 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം. 2.523 കിലോമീറ്റർ. 2.523 കിലോമീറ്റർ ആവും ഇതെന്ന് പറയണത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു റൂട്ട് അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് എന്തിനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റും, കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാം 100 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക, 10 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക, എത്ര എന്ന് വെച്ചാൽ ചിലപ്പോൾ മറന്നു പോകും. എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും. ഈ ഒരു km hm ഡാം m dm cm mm എന്ന് പറഞ്ഞൊരു പാട്ട് പോലെ പഠിച്ചു വെക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് പോകണമെങ്കിൽ 0 ഇടുക, ഇങ്ങോട്ട് പോകണമെങ്കിൽ പോയിന്റ് ഇടുക. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എത്ര കിട്ടി? 300 അപ്രോക്സിമേറ്റ് ഈക്വൽ ടു ആണ് ഇടേണ്ടത് നമ്മൾ. അപ്രോക്സിമേറ്റ് ഈക്വൽ ടു 340 സെന്റിമീറ്റർ.
ഇവിടെ നമ്മൾ അപ്രോക്സിമേറ്റ് ഈക്വൽ ടു ആണ് ഇടേണ്ടത്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ, ഇത് അപ്രോക്സിമേറ്റ് ഏകദേശം വാല്യൂ ആണ്.